ഹലോ, ഗുഡ് മോർണിംഗ്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടാണ് നിങ്ങൾ ഇതെവിടെയാണെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലാണ് കേട്ടോ. അമ്മയുടെ അടുത്താണ്. തമ്മൂസിൻ്റെ റൂമാട്ടോ. പുതിയ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇതുവരെ ഇവിടെ നിന്നിട്ടില്ല. നാളെ ക്രിസ്മസ്. അപ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത് കാണാൻ പറ്റാം. ഉറക്കം അത്ര ശരിയാവണില്ലായിരുന്നു. എന്നാലും രാത്രിയൊക്കെ ഉറങ്ങിയിട്ട് അത്ര ഇതാവണില്ലായിരുന്നു. ഓക്കെ, ഇപ്പം ലേറ്റായി. അമ്മ വെക്കാതെ ചീത്ത വിളിക്കും. താഴത്തോട്ട് ചെല്ലാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുടി ഒന്ന് ചീകി ഒന്ന് ഒതുക്കി വെക്കാം. ഞാൻ മുടിയുടെ തുമ്പ് വെട്ടണമെന്ന് ഓർത്തിരിക്കും കേട്ടോ. മുടിയുടെ തുമ്പ് ഭയങ്കര തിന്നായി. അത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാത്തതും കൂടി കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചുറ്റിക്കെട്ടിയൊക്കെ വെക്കും. നിങ്ങളുടെ മുടി തിന്നാണെങ്കിൽ അങ്ങനെ ചുറ്റിക്കെട്ടി വെച്ചാൽ ഒന്നുകൂടി തിന്നാവുന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ നല്ലോണം മുടി കൊഴിയുണ്ട് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു എന്തോ വിറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുണ്ട് തോന്നുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടി ഇച്ചിരി കുറഞ്ഞാലും ഇങ്ങനെ വെറുതെ പാല് പോലെ കിടക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വെട്ടണമെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഞാൻ ഇവിടെ വന്ന് നിൽക്കണതുണ്ടല്ലോ, നമ്മുടെ കല്യാണം കഴിഞ്ഞ അതായത് 2 വർഷമായി കാണുമായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എന്നെക്കുട്ടി ഇല്ലാണ്ട് ഒറ്റയ്ക്ക് വന്ന് നിൽക്കണം ഇവിടെ. അപ്പോൾ എനിക്ക് പഴയ പോലെ ഇങ്ങനെ തോന്നുമായിരുന്നു. എൻ്റെ റൂം പോലെ തന്നെ അമ്മൂൻ്റെ റൂം ഏകദേശം അതേപോലെ തന്നെ, അതേ സാധനങ്ങളൊക്കെ തന്നെയാണ്. അതേ ഒരു വൈബ് പോലെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. അതേ റൂമിൻ്റെ ഒരു ഏകദേശം സ്ട്രക്ചറൊക്കെയാണ് ഈ റൂമിനുള്ളത്. ആകെ എൻ്റെ റൂമിൽ മറ്റേ വോളിൻ്റെ സംഗതി ഉണ്ടായിരുന്നില്ല. പിന്നെ നിലത്തിടണ മാറ്റും ഉണ്ടായിരുന്നു അല്ലേ. ഈ മാറ്റുണ്ടല്ലോ, ഇത് അവൾ 2000 രൂപയിൽ താഴെ മേടിച്ചു. 1000 എത്രയോ രൂപയ്ക്ക്. പക്ഷെ ഭയങ്കര ലാഭം. എന്തൊരു വലുത്. ഇത് ഞാൻ ആമസോണിൽ നോക്കിയപ്പോഴേക്കും 5000-6000 രൂപയൊക്കെ കാണിക്കണേ. അതിന് 1000 രൂപയ്ക്ക് കിട്ടിയത് നല്ല ലാഭമല്ലേ. ഓക്കെ, അതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്ന് അച്ഛൻ്റെ ഇവിടെ തേങ്ങ ചിരണ്ടിയിട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഞാൻ ചായ എടുക്കാം കേട്ടോ. ചായ ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ എടുത്തുകൊണ്ടേ കുടിക്കാമെന്ന് ഓർത്തിട്ട് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ചായ ഇടുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ടേ ഇടുള്ളൂ. ഞാനാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കയ്പ്പിച്ചിട്ടാണ് എനിക്ക് ചായ ഉണ്ടാക്കാൻ ഇഷ്ടം. പിന്നെ രാവിലെ വന്നിരുന്ന അച്ഛൻ സ്ഥിരം ന്യൂസ് കാണൽ തന്നെ, പണ്ടത്തെ പോലെ തന്നെ ന്യൂസ് കാണൽ. ഞങ്ങളങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അഗാധതയിലോട്ടൊക്കെ നോക്കിയൊക്കെ നിൽക്കുക. അപ്പോൾ 2 പേര് കൂടുതൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ളത് മണിക്കുട്ടി റൂബിയാണ്. പണ്ടത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ കേട്ടോ, പണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റൂബിയും മണിക്കുട്ടിയും കൂടിയിട്ട് എക്സ്ട്രാ 2 ആളുകളുണ്ട്. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ മേടിയിൽ നിന്ന് ഓടി വരികയാണ് താഴത്തോട്ട്. അപ്പം അമ്മ എന്തോ അരിയാനാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയായിട്ട് വേണം. പിന്നെ എല്ലാവരും സംസാരമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ള വീടാണെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന വീടിൻ്റെ ഏകദേശം ഒരു വൈബുണ്ട്. കുറച്ചുകൂടി അങ്ങനത്തെ ആ ഒരു രീതിക്കുള്ള വീടാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി ഈ വീട്ടിൽ നിൽക്കാനായിട്ട്. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത് അപ്പവും അതുപോലെ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. അത് പിന്നെയും ചായ ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കാം. മറ്റേ ചായ കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അനിയനൊക്കെ എഴുന്നേറ്റ് വരണേ ഉള്ളൂ. അപ്പോൾ അതേ ചിക്കൻ സ്റ്റൂ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത് ഞാൻ എനിക്കണ മുമ്പ് ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കുക, അത് വറ്റി കഴിയുമ്പോഴേക്ക് സെറ്റ് ആവുന്നതാണ്. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഇരിക്കും തോറും റെഡി ആയിക്കൊണ്ടേ വരും എന്നാണ് പറയണല്ല. അതെ. പിന്നെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇത് ഞാൻ ചായ ഇടാം കേട്ടോ. ചായക്ക് തേയില ഇടാണ്. അമ്മയാണെങ്കിൽ കുറേ വെള്ളം ഒഴിച്ചിട്ടാണ് ചായ വയ്ക്കുക. എനിക്കാണെങ്കിൽ എനിക്ക് ഇന്ന അളവുണ്ട്. ആ അളവിന് മാത്രമേ എനിക്ക് തേയില ഇടാൻ അറിയുള്ളൂ. വേറെ അളവ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ തേയില ഇടാൻ അറിഞ്ഞൂടെന്നല്ല, അറിയാം. പക്ഷെ നല്ല തേയില ഇട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരില്ല. എനിക്ക് ഇന്ന അളവുണ്ട്, ഇത്ര അളവിൽ. അതെനിക്ക് 3 പേർക്കോ 4 പേർക്കോ ഉണ്ടാക്കാനുള്ള ചായയുടെ അളവേ അറിയാം. അതിൽ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കും, ഇങ്ങനെ ഇളക്കി എന്താ സെറ്റായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നോക്കുകയാണ്. അതിന് ശേഷം പിന്നെ ഇത് ഇത് ഇത്രയും ഭയങ്കര വലിയ ക്വാണ്ടിറ്റിയിലാണ്. നമ്മൾ കുറേ അളവ് കറക്റ്റായിട്ടല്ല ഉണ്ടാക്കുക. അതായത് നമ്മളിപ്പോൾ വീട്ടിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. 6 പേർക്കുള്ള ചായ അല്ല, അതിൽ കൂടുതൽ വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അണ്ടാവിലാണ് ഞങ്ങൾ വീട്ടിൽ ചായ ഉണ്ടാക്കുക. ആർക്കും ഒരു കുറവ് വരണ്ടെന്ന് ഓർത്തിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചായ കുടിക്കാൻ പറ്റണം അത്രയും ചായ ഉണ്ടാക്കും. അപ്പോൾ അതെ, ചായ അരിച്ച് എടുക്കുക.
പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? താഴെ കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ക്രിസ്മസ് ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുട്ടിക്ക് ഇപ്രാവശ്യം ലീവ് കിട്ടാതിരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നിരുന്നത്. കൊല്ലത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേന്ന് ഓർത്ത്. പിന്നെ മാത്രമല്ല അവിടെ എനിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാലും ഒരു 2 ദിവസം 1 ദിവസം നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പോകണ്ട, എൻ്റെ കുട്ടി വന്നിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഇവിടെയായിരുന്നു. ഇവിടെ വലിയ ക്രിസ്മസിന് ആഘോഷമൊന്നുമില്ല. ഇവിടെ വീട്ടിലാണെങ്കിൽ സ്റ്റാറോ ഇല്ലെങ്കിൽ ട്രീ ഒന്നും വെച്ചിട്ടില്ല. നമ്മുടെ ഫ്ലാറ്റിൽ പിന്നെ ഞാൻ ട്രീ സ്റ്റാറൊക്കെ ഇട്ട് മൊത്തത്തിൽ വൈബാക്കി വെച്ചേക്കാം. ക്രിസ്മസ് സെലിബ്രേഷനൊന്നും അവിടെ ഇല്ലെങ്കിലും വൈബിനൊട്ടും കുറവ് വരുത്തിയിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂബി ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമ്പോഴേക്കും ചിലപ്പോൾ അതൊക്കെ തട്ടി മറിഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സംഗതികളൊന്നും വയ്ക്കാതിരുന്നത്. ഇപ്പോൾ റൂബി ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ചുകൂടി അടുത്താണ്. അപ്പോൾ ഞാൻ എപ്പോഴും പോകണതുകൊണ്ട് റൂബി ഇപ്പോൾ ഭയങ്കര കമ്പനിയാണ്. കമ്പനി എന്ന് വെച്ചാൽ മറ്റേത് റൂബി കമ്പനിയാന്നല്ല, റൂബി മുമ്പേ കമ്പനിയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. വലിയ ഡോഗായതുകൊണ്ട് എനിക്കിങ്ങനെ ദൂരെ നിന്നിട്ടുള്ള ഇഷ്ടമൊക്കെ ഓക്കെ, പക്ഷെ അടുത്ത് ചെന്ന് എനിക്ക് അങ്ങനെ പിടിക്കുമ്പോഴേക്കും എനിക്കൊരു പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ അടുത്ത് പെരുമാറാനായിട്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അപ്പവും ഇസ്റ്റവും കഴിക്കുകയാണ്. അമ്മയുടെ ഫുഡ് രക്ഷയില്ല കേട്ടോ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. എനിക്ക് നമ്മുടെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല, അമ്മമാരുടെ ഫുഡ് നമുക്ക് ഭയങ്കര ആ രുചി നമുക്ക് പിടിച്ചിട്ടുള്ളതുകൊണ്ട് ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും എനിക്ക് അമ്മ ഉണ്ടാക്കാൻ അത്ര ടേസ്റ്റ് വരാറില്ല. അത് ദൂരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി കുറച്ച് നാൾ കഴിയുമ്പോൾ വരുമായിരിക്കും. എൻ്റെ കുട്ടി ഇടയ്ക്കെന്നോട് പറയാറുണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് അമ്മയുടെ ഒരു ടച്ച് വരാറുണ്ടെന്ന്. പക്ഷെ അമ്മയുടെ ഫുഡ് അടിപൊളിയായിട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. അതിനുശേഷം പിന്നെ മീൻ കറി, ഉച്ചക്കലത്തേക്കോട്ടുള്ള മീൻ കറി ഉണ്ടാക്കാൻ, മീൻ കറിയും വറുക്കാനുമായിട്ടുള്ള മീൻ എടുക്കാൻ കേട്ടോ. എനിക്ക് മീൻ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മീൻ മുട്ട ഉണ്ടായപ്പോൾ ഞാൻ അത് മാറ്റി വറുക്കാൻ വേണ്ടിയിട്ട് മീൻ മുട്ട മാറ്റി വയ്ക്കുകയാണ്. ഇതെന്താ ചെയ്യണേ? ഇത് അതിനകത്ത് ഇടാനുള്ള നാരങ്ങ തപ്പുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഇന്ന് ഉച്ചക്കലത്തേക്ക് ചാള ഉണ്ടായിരുന്നു കേട്ടോ. ചാള എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്ന ചാള എടുത്ത് വറുക്കണതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ മറിച്ചിടായിരുന്നു ചാള വറുക്കാൻ വേണ്ടി. ചാള എനിക്ക് ഇഷ്ടമാണ്, പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പക്ഷെ അത്ര ഇഷ്ടമല്ല, കുഴപ്പമില്ല, കഴിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ ഇങ്ങനത്തെ കഷ്ണം മീനുകളാണ് ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ നോർമൽ മീൻ വറുക്കണത് പോലെ മുളക് പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ അമ്മ ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടും മീൻ വറുക്കണതിന്. എനിക്കാണ് അതിന് കുറച്ചൊരു ടേസ്റ്റ് വരായിരിക്കും. ഇങ്ങനെ സ്പെഷ്യൽ ദിവസങ്ങളിലുള്ള ഇതിപ്പോൾ ഷൂട്ട് ചെയ്യണത് ക്രിസ്മസിൻ്റെ തലേ ദിവസം കേട്ടോ. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ഇഞ്ചിയും പച്ചമുളകും, പച്ചമുളക് ചിലപ്പോൾ ഇടും. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റ് ഇടും. പിന്നെ ഉപ്പ് ഇട്ടിരുന്നുണ്ട്. പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. എക്സാക്ട്ലി നമ്മൾ ചിക്കൻ വറുക്കില്ലേ, ചിക്കൻ വറുക്കുന്ന അതേ റെസിപ്പി യൂസ് ചെയ്തിട്ടാണ്. ചിക്കൻ മസാല ഇടാറില്ല. ചിക്കൻ മസാലയ്ക്ക് പകരം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടും. എന്നിട്ട് ഇതെന്താ അത് അയ്യോ ചിക്കൻ മസാല ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്, സോറി. അത് ചിക്കൻ മസാല അല്ല, പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ടില്ലേ, ആ മസാലക്കൂട്ടും ഇടുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ വെക്കും. ഇതിനകത്ത് നാരങ്ങ ഒഴിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു രുചി വരും. അപ്പോൾ ഇത് ഫുള്ളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇത് ഈ മീനിൻ്റെ പേര് ഞാൻ അന്ന് ചോദിച്ചായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യണ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായതുകൊണ്ട് ഞാൻ മറന്നു കേട്ടോ എൻ്റെ പേര്. എന്തോ ഒരു വൈറ്റ് വെള്ള എന്തോ ഒരു പേര് അങ്ങനെ പറഞ്ഞേ. അപ്പം മീനാണ്, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ വറുത്ത് കഴിഞ്ഞപ്പോഴും. പിന്നെ ഞാൻ ഇത് അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. കത്തിക്ക് തീരെ മൂർച്ചയില്ലാത്തതുകൊണ്ട് മൂർച്ച കൂട്ടുകയാണ്. പക്ഷെ നമ്മുടെ ഫ്ലാറ്റിലുള്ള മറ്റേ മൂർച്ച കൂട്ടുന്ന സാധനം ഞാൻ ഇങ്ങോട്ട് മേടിക്കണം എന്ന് ഓർക്കുക. അത് കുറച്ചും കൂടി നല്ല, ഈ കല്ലിലിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. അല്ല, കല്ലിലിട്ട് അമ്മയ്ക്കൊക്കെ ചെയ്യാറായിട്ട് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് എളുപ്പമില്ലാത്തത്. അപ്പം ഞാനിത് അരിയാം. ഞാൻ പണ്ടൊന്നും ഇത്ര പോലും അറിയാറുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം പക്ഷേ ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. എനിക്കിപ്പോൾ എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെ അരിയാനും പിടിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. ആരെങ്കിലുമൊക്കെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് അത്ര അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ചുകൂടിയൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അത് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സവോള, ഇഞ്ചി, പച്ചമുളക്, ഞാനിതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറയണേ നിങ്ങൾക്ക് കുക്ക് ചെയ്യണത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത്ര പറയുമ്പോൾ അങ്ങനെ കണ്ടൻറ്റ് ഒന്നും ഉള്ള പോലെ തോന്നാറില്ല. പക്ഷെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കാണുന്ന ഒത്തിരി ആളുകൾക്ക് കുക്കിംഗ് കാണാനായിട്ട് ഇഷ്ടമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, കുക്കിംഗ് വീഡിയോസ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫിനകത്ത്, സ്പെഷ്യലി ഡേ ഇൻ മൈ ലൈഫിനകത്തുള്ള കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചതേ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഇങ്ങനെ അരിയാണ്. എനിക്ക് വെളുത്തുള്ളി അരിയാൻ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി. ഇത് ഓരോന്ന്
ഓരോന്നെടുത്ത് ഇങ്ങനെ അരിയാനായിട്ട് എനിക്ക് ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് എനിക്ക് കത്തി പിടിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് എനിക്കറിയില്ല. പിന്നെ ഞാനിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വരയിട്ടിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കും. അത് പിന്നെയും കുഴപ്പമില്ല. എന്നാലും ഈ ഓരോന്നായിട്ട് എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ റൂബി ഇങ്ങനെ കസാര കയറി ഇങ്ങനെ വില്ലാളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയെങ്കിൽ പിന്നെ നമുക്കൊന്ന് പുന്നരിച്ചേക്കാൻ നിർത്തും. മറ്റേത് എനിക്ക് ഇത്ര അടുത്ത് വരാനായിട്ട് എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇപ്പം അവളൊന്നും പണ്ടോളൊന്നും ചെയ്യില്ലായിരുന്നു. എനിക്ക് പക്ഷെ ഇച്ചിരി പേടിയായിരുന്നു കേട്ടോ അടുത്ത് വരാനായിട്ട്. പക്ഷെ ഇപ്പോൾ അവളിങ്ങനെ കൂളായിട്ടിരിക്കും. ഭയങ്കര ഞാൻ ഓർക്ക് നമുക്കിങ്ങനെ വലിയ ഡോഗ്സിനെ കാണാൻ വെച്ചിട്ട് പേടിയല്ലേ വെച്ചാൽ വെളിയിലുള്ള ഡോഗ്സിൻ്റെ അടുത്തൊന്നും നിങ്ങൾ ഇതേപോലെ ചെല്ലരുത് കേട്ടോ. നമുക്ക് പരിചയമുള്ള ഡോഗ്സിൻ്റെ അടുത്ത് മാത്രം ചെല്ലാം. അല്ലാതെ വെളിയിലൊരു പരിചയമില്ലാത്ത ഡോഗിൻ്റെ അടുത്ത് നമ്മൾ പുന്നരിക്കാൻ ചെന്നാൽ അത് കടിച്ചു പറിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യല്. അല്ലാതെ നമുക്ക് അറിയുന്ന ഡോഗ്സാണെങ്കിൽ കുഴപ്പമില്ല. മണിക്കുട്ടിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല കേട്ടോ റൂബിനെ. മണിക്കുട്ടി ഇങ്ങനെ ഭയങ്കര പൊസസീവാണ്. മണിക്കുട്ടീനെ മാത്രം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ മതി മണിയുടെ. അതുകൊണ്ട് റൂബീനെ കാണുമ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ ഫുഡ് കൊടുക്കാൻ നേരം പറയും റൂബി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൾ അപ്പം പോയി കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ മീൻ എടുത്ത് പുരട്ടി വെച്ചിട്ടുള്ള മീൻ നമ്മൾ വറുത്തെടുക്കാൻ കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ മറ്റേ ചാള വറുത്തിട്ടുണ്ടായിരുന്ന അതേ എണ്ണയിൽ തന്നെയാണ് വറുക്കണത്. ഇത് മുട്ട ഞാൻ പറഞ്ഞു മാറ്റി വെച്ചിരുന്ന മുട്ടയാണത്. എനിക്ക് മീനിൻ്റെ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വലിയ മീനിൻ്റെക്കാളിൽ എനിക്കിങ്ങനെ കുഞ്ഞു ചാളയുടെയൊക്കെ മുട്ട എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ് അതിനകത്ത്. പിന്നെ അതായത് മീൻകറി വെക്കാനുള്ള അരപ്പാണ് കേട്ടോ. ഈ മീൻകറി ഞാൻ എന്തോരം ഇതേ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെന്നോ. എത്ര തവണ ഞാൻ ഉണ്ടാക്കിയാലും ഈ ഒരു രുചി വരത്തില്ല. ഞാൻ ഇതേ സ്റ്റെപ്പുകളൊക്കെ തന്നെ ഫോളോ ചെയ്യും. എനിക്ക് തോന്നുന്നു പക്ഷേ അരപ്പിൻ്റെ അളവ് വ്യത്യാസം വരണോണ്ടാണോ എന്നറിയില്ല. ഞാൻ അങ്ങനെ എന്തോരം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര രസം വരാറില്ല. ഒന്നില്ലെങ്കിൽ പുളി കൂടിപ്പോ, അല്ലെങ്കിൽ പുളി കുറഞ്ഞു, അതല്ലെങ്കിൽ എരിവുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സുകൾ പറ്റും. എനിക്ക് തോന്നുന്നു കുറേ തവണ ചെയ്ത് കഴിയുമ്പോൾ ശരിയായിരിക്കും. പിന്നെ ഞാനൊന്ന് ഫ്ലോപ്പ് ആകുമ്പോൾ പിന്നെ ഞാനത് ചെയ്യത്തില്ല. എനിക്ക് മറ്റേ എരിവുള്ള കറിയില്ലേ, അതായത് ഈ തേങ്ങയില്ലാത്ത കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി രസം. അപ്പോൾ അതെനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻറ്റാണ്. പിന്നെ അച്ഛൻ പോയിട്ട് എന്തോ ചിക്കനാണോ എന്തോ സംഗതി മേടിച്ചുകൊണ്ട് വരുന്നതാണ് കേട്ടോ. അത് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അമ്മ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അമ്മ ഇപ്പോൾ എന്താ വീഡിയോ ഇടാത്തത് ഞാൻ ചോദിച്ചപ്പോൾ അതിന് എന്തോ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇപ്പോൾ തിരക്കായതുകൊണ്ട് ഇടണമല്ലോ, എനിക്ക് കുറച്ച് കഴിഞ്ഞ് ഇടണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയായിരുന്നു കുറേ നാളിടാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ അങ്ങനെ നിന്നു പോകും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടോ, അത്രയും നാളിട്ട് കഷ്ടപ്പെട്ട് കുറേ ഫോളോവേഴ്സൊക്കെ ആയല്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. പിന്നെ വറുത്തിട്ടുണ്ടായിരുന്ന മീൻ കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് നമ്മൾ മറ്റേ അരപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഒരു ഡാർക്ക് കളർ വന്നിരിക്കണേ. കുറച്ചൊരു കറുത്തിരിക്കണില്ലേ, ആ ഒരു സംഗതി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൊരിഞ്ഞതിൻ്റെ ആട്ടോ ആ ഡാർക്ക് കളർ. അല്ലാതെ മീൻ കരിഞ്ഞിട്ടില്ല. അത് കാണുമ്പോൾ കരിഞ്ഞ മീൻ പോലെ ഉണ്ടെങ്കിലും മീൻ കരിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിന് ശേഷം നമ്മളിത് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ എടുത്തിട്ട് ഈ അരപ്പിലോട്ട് ഞാൻ ഇടുകയാണ് കേട്ടോ. കണ്ട ഈ ഒരു ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരാമെന്ന് പറയില്ല, എണ്ണ തെളിഞ്ഞിങ്ങനെ വരണം. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എണ്ണയൊന്നും തെളിഞ്ഞ് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് കുറേ നേരം കുക്ക് ചെയ്യാത്തതുകൊണ്ടാണ്, എന്തുകൊണ്ടാണെന്നാവോ എൻ്റെ ഇങ്ങനെ വരാറില്ല ഈ ഒരു കളറിലൊന്നും. മീൻകറി ഉണ്ടാക്കാനൊക്കെ ഒരു കഴിവാണെന്ന് എനിക്ക് തോന്നണേ. കാരണം നല്ലൊരു മീൻകറി ഉണ്ടാക്കണമെങ്കിൽ ഒരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു മീൻകറി, ഇങ്ങനത്തെ നല്ല മീൻകറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതിങ്ങനെ മീനുകളിങ്ങനെ പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ആകെ 3-4 കഷ്ണം മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ. ഉച്ചയായപ്പോഴേക്കും ഭയങ്കര ചൂടെടുക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു എനിക്ക് ജ്യൂസ് ഓർഡർ ചെയ്ത് അവർക്ക് എല്ലാവർക്കും ഷെയ്ക്ക് ഓർഡർ ചെയ്ത്. അച്ഛനും ഞാൻ ജ്യൂസും ബാക്കി എല്ലാവരും ഷെയ്ക്കുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വന്നത് ഞാനിങ്ങനെ എല്ലാം അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോരം സ്ട്രോ അല്ലേ തന്നിട്ടില്ല. പക്ഷേ ഇത് ടീ ടൈം എന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ ഷെയ്ക്ക് കൊള്ളായിരുന്നു, ബാക്കിയുള്ളതൊന്നും അത്ര രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. മറ്റേ ഞാൻ മൊയ്റ്റോ ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. മൊയ്റ്റോ എന്തോ പറയുന്നത്, ആ സംഗതിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത്ര കണ്ട് രുചി ഉണ്ടായിരുന്നില്ല. ഞാൻ കുടിച്ചു, വലിയ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെ റേറ്റും എനിക്കൊന്ന് കുറവായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കൂടി കഴിക്കുകയാണ്. ബാക്കി എല്ലാവരും ഷേക്കും, ഞാൻ മൊയ്റ്റും, അച്ഛൻ ജ്യൂസും. അപ്പോഴേക്കും അമ്മൂസ് കുളി കഴിഞ്ഞ് വന്ന് അമ്മൂസിന് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. എന്തോ കറുമുറാന്ന് സാധനം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചു. പിന്നെ ഈ കാണുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്, ഫാൻറ്റസി. അമ്മൂസിന് എല്ലാവർക്കും ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഓണാക്കിയത്. പിന്നെ ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ വറുത്ത മീനും മീൻ കറിയും പിന്നെ കൊഴുവ അച്ഛൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ തോരൻ പോലെ വെച്ചു. ചാള ഞാൻ എടുത്തില്ല, തോരൻ പോലെ വെച്ച്. പിന്നെ പച്ചക്കറിയൊന്നുമില്ല കേട്ടോ. വീട്ടിലങ്ങനെ പൊതുവെ പച്ചക്കറികൾ വെക്കുന്നത് കുറവാണ്. ഞങ്ങൾ ഓണത്തിനൊക്കെ മാത്രമാണ് പച്ചക്കറി വെക്കാറ്. ഞാൻ ഫ്ലാറ്റിൽ എനിക്ക് കൂടുതൽ പച്ചക്കറി വെക്കാനായിട്ട് ഇഷ്ടം. ഇവിടെ പക്ഷേ പച്ചക്കറി കുറവാണ് വെക്കാറ്. ഇപ്പം സമയം എത്രയാമോ?
5:54. ഞങ്ങളിങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കാണ്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇവിടെ ഒരാളെനിക്ക് ഇവിടെ കിടക്കാനുള്ള സ്ഥലം പോലും തന്നിട്ടില്ല. ഫുള്ള് എന്റെ മേത്തോട്ട് കാലേറ്റ് വെക്കാം, അങ്ങോട്ട് നിൽക്കൊക്കെ ചൂടെടുത്ത് വയ്യാ. ഇന്ന് ഞാൻ ഇവിടെ കിടക്കണം നിലത്ത്. ഒരു AC ഉണ്ട് ഇവിടെ. അതെ, വർക്ക് ചെയ്യാത്തൊരു പൊട്ട AC വെച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യും, പക്ഷെ അവളുടെ കട്ടിൽ അവിടെ നിന്ന് നീക്കൂലെന്ന്. അവള് സെറ്റ് ചെയ്ത് വെച്ചേക്കണ സ്ഥലത്താണ് ഈ റൂമിലെ സാധനങ്ങൾ ഇരിക്കുള്ളൂ. അത് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീക്കും. എന്നിട്ട് ഇവിടെ ചൂടെടുത്തിരിക്കാണ് ഞങ്ങൾ ഇന്നലെ. അതുകൊണ്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. രാവിലെ അവൾ ഉറങ്ങി, ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് രാവിലെ ആയപ്പോഴോ ഇതിന്റെ അടിയിൽ ഒരു സാധനം കിടപ്പുണ്ട്. ആ സാധനം രാവിലെ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് കൊട്ടൽ. ഇവള് ഇന്നലെ മണിക്കുട്ടീനെ ഇതിനകത്ത് കയറ്റി റൂബീനെ കയറ്റി കിടത്തിയില്ല. പാവം. അതുകൊണ്ട് റൂബി അകത്തു. പാവ റൂബിക്ക് സങ്കടമായി തോന്നല. റൂബി അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇവിടെ വന്നിരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കണായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം കട്ടിലിന്റെ അടിയിൽ കയറി. ഞാൻ വെളിയിൽ ഇറങ്ങൂല, രാത്രി ആയാലും ഇറങ്ങൂല എന്ന് പറഞ്ഞു. അപ്പൊ താഴത്തെ അച്ഛൻ പഴംപൊരിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ചില്ല, കുളിക്കണം. പിന്നെന്താ, നാളെ ക്രിസ്മസ് ഇവിടെ എന്താ ചെയ്യുന്നത്? ക്രിസ്മസ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് ഓർത്ത് ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ശോകം ക്രിസ്മസ് ആയിരിക്കും തോന്നുന്നു. ഒന്നും പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ക്രിസ്മസ്. ഞങ്ങൾ ഇപ്രാവശ്യം ട്രിപ്പ് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അടി ലൈറ്റ് ഇടറിയില്ല, ഇരുട്ടൊക്കെ നമ്മളിരിക്കുന്നത് എന്തിനാ? കഴിഞ്ഞ വർഷം അല്ല, ഇപ്രാവശ്യം ഞങ്ങൾ ടൂർ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്ന. പക്ഷെ എന്ത് ചെയ്യാം, ഫുള്ള് തിരക്കായി പോയി ക്രിസ്മസിൻ്റെ. ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്തൊന്നുമില്ല. ബുക്ക് ചെയ്തല്ല, ഞങ്ങൾ അന്വേഷിച്ച സ്ഥലങ്ങളിലൊന്നും തന്നെ റൂം കിട്ടാനില്ല. ഫുൾ ബുക്കായി. പോണ വഴികളൊക്കെ തന്നെ ഫുള്ള് ബുക്കാണെന്ന്. അങ്ങനെ ഭാഗ്യമില്ല. അങ്ങനെ ഒരുപാടുള്ള അവധി 10 ദിവസം പോവാൻ പറ്റത്തില്ലേ? ഈ പുതപ്പ് കൊള്ളാം അല്ലേ, കാണാനായിട്ടൊരു ഭംഗിയുണ്ട്. അമ്മ ചീത്ത കളിക്കണായിരുന്നു. ഇവിടെ മുഴുവൻ ഇത് ഒട്ടിച്ച് വെച്ചേന്. ഇനി പോവാൻ നേരം ഇവിടെ ഫുള്ള് പെയിന്റ് അടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. ഇവിടെ സൈഡ് ടേബിള്. പക്ഷെ ഇതുണ്ടല്ലോ, ഈ കാണുന്ന സാധനം 5x7 feet ആണ്. ഇവിടെ എത്ര രൂപയ്ക്കാണ്? 2000 രൂപയിൽ കുറവില്ല മൂസ് മേടിച്ചേ. പക്ഷെ നല്ല റേറ്റാ. ഇപ്പൊ നോക്കിയിട്ട് അതിനൊക്കെ 3000 കാണിക്കണേ. 1000 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ ഞാനും മേടിക്കണം നോക്കുക. എന്നുവെച്ചാൽ അത്ര സോഫ്റ്റ് ഒന്നും അല്ല, പക്ഷെ കാണാൻ രസമുണ്ട്. സോഫ്റ്റ്നെസ് ഒന്നും ഇല്ല, കാണാനായിട്ട് രൂപമുണ്ടാ. പിന്നെ ഇവിടെ ഒരു സാധനം. അമ്മൂസേ ഒരു ഹോം ടൂർ ചെയ്യും മുസേ. അപ്പൊ ഞങ്ങൾ പോയി ചായ കുടിക്കട്ടെ. താഴത്തെ അമ്മ കുറെ ഏതാണ്ടൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നാളത്തേക്ക് എന്തൊക്കെയോ ടൂർ പോകാൻ പറ്റാത്ത സങ്കടം ഇവിടെ ഫുഡ് കഴിച്ച് തീർക്കാന്ന് പറഞ്ഞു. ഇന്നലെ നൂഡിൽസ് ആയിരുന്നു, ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. നാളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമെന്ന്. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര വൈനുണ്ടോ? ഒരു ബോട്ടിൽ വൈൻ. പാവ എന്നെ കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്തോ. ഇന്ന് ഫോൺ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ നിറയെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നിട്ട്. ചെമ്മീനുണ്ട്, മീനുണ്ട്, ബീഫുണ്ട് എന്നൊക്കെ പറഞ്ഞു. രാവിലെ സ്റ്റൂ, ഉച്ചക്ക് മീൻ വറുത്തതും മീൻ കറിയും ബീഫ്, കൊഴുവത്തോരൻ, മുട്ട, അച്ചാർ, ഫുൾ സെറ്റ്. ഞാനാണ് നമ്മുടെ ഫ്ലാറ്റിൽ തുണി അലക്കാൻ ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കുവാ തുണി. ഇന്നലെ വലക്കിക്കൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയി. ഞാൻ അതിങ്ങനെ ഓർത്തിരിക്കായിരുന്നു, എടുത്ത് വെച്ചില്ലല്ലോ. ഞാൻ മേക്കപ്പ് ഇങ്ങനെ കഴുത്തിൽ ഇടാറില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കഴുത്തും ഫേസും മാച്ച് ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ കഴുത്തിലിട്ട്. പക്ഷെ കഴുത്തിലിടാൻ തുടങ്ങിയപ്പോൾ കഴുത്ത് ഫുള്ള് കുരു, മുഖത്ത് വരണ പോലെ കുരു കഴുത്തിൽ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാം. വേദന എടുക്കണ കുരുക്കൾ കഴുത്തിൽ ഫുള്ള് വരണം. അപ്പോൾ അതുകൊണ്ട് ഇനി ഫൗണ്ടേഷൻ ഇടണം, സ്റ്റോപ്പ് ചെയ്യണം കഴുത്തിൽ. ഓക്കെ ഗൈസ്, ബൈ. ഹലോ ഗൈസ്, നമ്മള് ചായ കുടിച്ച് റോളാക്കിക്കൊണ്ടിരിക്കണേ. അമ്മൂസിന്റെ എന്താണ്, അതെ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അല്ല. അങ്ങോട്ടേക്ക് എന്ത് ഷാമ്പൂ കണ്ടീഷണർ കൊടുക്കാനായിട്ട്. നിങ്ങൾ
കേക്കണം, ഇത് നിങ്ങൾ കേക്കണം. പണ്ട് ഒരു കുഴപ്പമില്ലാതിരുന്ന ചെറുക്കനായിരുന്നേ ഈ ചെറുക്കൻ. ഇപ്പൊ ഷാമ്പൂ ഇടാതെ മുടി കഴുകൂല, കണ്ടീഷണർ ഇടണം, വിറ്റമിൻ സി സിറം, മോയ്സ്ചറൈസർ, ബോഡി ലോഷൻ. ഇപ്പൊ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ഇപ്പൊ എന്നെക്കാൾ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അവന്റെ സ്റ്റുഡിയോ പോകാൻ ഭയങ്കര ഇഷ്ടം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിവ് അവേ ആയിട്ട് മാറ്റിങ്ങനെ കുറെ ഞാൻ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ വെച്ചിട്ടില്ലേ, ആ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അമ്മൂസ് വരച്ചിട്ടുള്ള കുറേ സംഗതികൾ എന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ ഓർത്തൊക്കെ നിങ്ങളും കൂടിയായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. എന്താ ഇതിലധികം ഒന്നും കാണാനുള്ള ഗൈസ്. പിന്നെന്തോ കാണിക്കാന്ന് പറഞ്ഞേ? എന്താ ഗ്രേഡാ? നോട്ട് കംപ്ലീറ്റ് ഇടുന്നു. എന്നാ മിക്കൊന്നും കംപ്ലീറ്റ് ഉള്ള ഗൈസ്. ഇതെന്താ വര വരച്ചേക്കണ? വര സ്കെയിലില്ലാണ്ട് വരയ്ക്കുന്നയാ? ഇതൊക്കെ എന്തൊക്കെയാണ്, എന്തോ അടയെന്ന് മനസ്സിലായില്ല. എവിടെ പടം വരട്ടെ? നോക്കൂ. ഇത് കൊള്ളാം. ഇത് ഞാൻ എഴുതാൻ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാറേ ഉള്ളൂ അമ്മു? 5 സ്റ്റാർ ഇല്ലേ? സ്റ്റാറൊക്കെ ഉള്ളൂ. കറക്റ്റ് സമയത്ത് കാണിച്ചാൽ സ്റ്റാർ കിട്ടുള്ളൂ. ഇതാണ് എന്റെ ബുദ്ധനാണത്. കറക്റ്റ് സമയത്ത് കാണിക്കാത്തതുകൊണ്ട് അമ്മൂസിന് സ്റ്റാറും ഇല്ല, ഒന്നുമില്ല. ഇതാണ് എന്റെ കിളി. തത്തമ്മയാണോ? ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഹാച്ചിങ് ആണ് ചെയ്തേക്കുന്നത്. ഹാച്ചിങ്ങാ? ഇങ്ങനെ വര 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 ഇട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇതില് സ്റ്റാറും ഇല്ല, ഒന്നുമില്ല. ഇതായിട്ട് ലാസ്റ്റ് ഇതാണ് ക്രോസ് ഹാച്ചിങ്. ഓ, ക്രോസ് ഹാച്ചാണ്. ക്രോസ് ഹാച്ച്. കുതിര. ഇതാണ് നമ്മുടെ കൂണ്, മഷ്റൂം. അല്ല, കുത്തിവരച്ച് വെച്ചാണ്. ഓ, എന്തോ പറയില്ല, പറഞ്ഞു. മുടി പോലെ ഉണ്ട്. മുടി കെട്ടുപിടിച്ച പോലെ ഇല്ലേ? കാണിച്ചു നോക്കട്ടെ. കാണിക്കേ. നിങ്ങൾ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അതെ, മുടി കെട്ടുപിടിച്ചിരിക്കണ പോലെയില്ലേ? ഓക്കെ, ഇത് കാണിക്കണ്ട. പ്രൈസ്പെക്റ്റീവ് കാണിക്കണ്ട. അത് ഫുള്ള് കൊളായി പോയി. എന്തോന്നല്ലേ എനിക്കത് മനസ്സിലാവണില്ല. ഇതെന്താ വീടിന്റെ പ്ലാനാ? സ്വിമ്മിംഗ് പൂളാണോ ഫ്രണ്ടില്? ഓ, ദാറ്റ്സ് നൈസ്. മേളിൽ നിന്നുള്ള വ്യൂ അല്ലേ? ഇത് പിന്നെ മനസ്സിലാവില്ല. ഇതെന്താ പ്രേതാലയോ? ഇതാണ് ഒബ്ജക്റ്റ് ഡ്രോയിങ്. ഇതിനകത്ത് ലവ് ചിഹ്നം ഉണ്ടോ? ഇതെന്ത് സാധനം എനിക്കറിയില്ല. എന്താ ചീട്ടാണോ? ചീട്ട് ചുരുട്ടിക്കുട്ടിയാ? ആണോ? ഓ, ഇത് നമ്മുടെ അവിടെ ഇരിക്കണ പെർഫ്യൂം അല്ലേ? ചൂടി. നീ അത് നോക്കി അരച്ചാണോ? അവിടെ ഇരിക്കണ പെർഫ്യൂം നോക്കി അരച്ചാണോ? ഓ, ഇതാണ് ആളുടെ. ഇതൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ട് കൂടിയില്ല. പിന്നെ ഇതാണ് എന്റെ മെയിൻ. ഇതിന് മാത്രം എനിക്ക് വേലി കൂടി കിട്ടിയിട്ടുള്ളൂ. ആണോ? എന്താ അതിന് വേലി കൂടി കിട്ടാൻ കാര്യം? അതെല്ലാം ഞാൻ മര്യാദക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയൂടാ. അത് അമ്മൂസിന്റെ റിയൽ ഡ്രോയിങ്ങിലോട്ട് കളർ പോവാണ്. അത് വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമാണ്, കളറുള്ളതാണ്. ഈ ഭാഗത്തിന് മാത്രം വെരി ഗുഡ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നിനും വെരി ഗുഡ് ഇല്ല. ഓക്കെ, കാണാം. ഇതെന്താ മുസ് ജനല് തുറന്നിട്ടേക്കണത്? പേന ഉണ്ടോ? അപ്പൊ പേന കൊണ്ട് വരച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മായ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇതോ പേന ഉണ്ടോ? അല്ലല്ലോ, പെൻസിലുണ്ട്. ഇറ്റ്സ് ഗുഡ്. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഈ ഡിസൈനിലുള്ള സാരി അല്ലായിരുന്ന എല്ലാരും ചെയ്തോണ്ടിരുന്നേ? ഇതാരാ? ഇത് ഇങ്ക്. ഇങ്കോ? ഇതെന്താ ഒരു വടി? വെരി ഗുഡ്. വെരി ഗുഡ്. സ്കെച്ച് വരച്ചോണ്ട് പോലില്ലേ? എന്താ വാട്ടർ കളറോ? ഇതിനാണ് എനിക്ക് കൂടുതൽ സ്റ്റാർ കിട്ടിയേക്കണം. ഓ, ഷെയ്ഡിങ് നോക്കൂ. ഇത് ചോക്കാണോ? കടുവ.
കടുവ ഇച്ചിരി വണ്ണം വെച്ചു പോയല്ല. ഇങ്ങനെ കൂട പോലെയൊക്കെ വരത്താൻ വിചാരിച്ചു നടഞ്ഞു. തീർന്നാ? അത്രേ ഉള്ളൂ ഗൈസ്. അമ്മൂസിന്റെ കലാവിരുതുകളാണ് നിങ്ങൾ കണ്ടോണ്ടിരുന്നത്. എന്തെങ്കിലും ഡ്രോയിങ്ങിന്റെ അഡ്വൈസ് വേണമെങ്കിൽ അമ്മൂസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് അയച്ചാൽ മതി. മണിയോട് രക്ഷപ്പെട്ടോ? മണി എന്താ കഴിക്കണേ? ഹാപ്പി ക്രിസ്മസ്. ഇപ്പോൾ ക്രിസ്മസ് ദിവസമാണ്. ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് അച്ഛനിവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നും അപ്പമാണ്. അപ്പം മാവ് ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു തോന്നുന്നത്. ഇന്നും അപ്പമാണ്. പക്ഷേ സ്പെഷ്യലായിട്ട് അപ്പത്തിനൂടെ ഇന്നലത്തെ ചിക്കന് പകരം ഇന്ന് നമുക്കുണ്ടായിരുന്നത് മുട്ടക്കറിയാണ്. മുട്ടക്കറി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മുട്ട ഇങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന മുട്ടക്കറിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ട സാധാരണ കട്ട് ചെയ്തായിട്ട് ഇടാറ്. ഇത് പുണ്ടായിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്യാണ്ട് തന്നെ മുട്ട ഇട്ടിരിക്കുക. അപ്പോൾ ഞാൻ മുട്ടക്കറിയും അതുപോലെ അപ്പമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് നമ്മൾ ഹാളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊരു സ്ലോ മോഷനിൽ നടപ്പാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഒടിയൻ സിനിമ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയുണ്ട്, മണിക്കുട്ടിയും അച്ഛൻ എന്തിനു വേണ്ടി വെളിയിൽ പോയിരിക്കാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അച്ഛനുണ്ടായിരുന്നേനെ. അപ്പം ഞാൻ വളരെ മുഴുകി ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ സിനിമയിൽ മോഹൻലാലിൻ്റെ മുഖം ഇങ്ങനെയാണെന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതാണോ എന്ന് അറിയാൻ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു ഇതുണ്ട് മീശ കളഞ്ഞപ്പോഴേക്കൊന്ന്. അപ്പോൾ ഇത് രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുകയാണ്. റൂബിക്ക് മണിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. റൂബി വന്നപ്പോൾ മണിക്കുട്ടി ഉണ്ടല്ലോ, പക്ഷെ മണിക്ക് തിരിച്ചിഷ്ടമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിങ്ങനെ സങ്കടം തോന്നും. മണി അവളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടിച്ച് കുറയ്ക്കാൻ ചെല്ലും. മണിയാണെങ്കിൽ ഇത്ര കുഞ്ഞു സൈസാണെങ്കിലും അവളെ കാണുമ്പോഴേക്കും അങ്ങ് ചാടിച്ചെല്ലും. റൂബി ആണെങ്കിൽ ഇവളെ എന്തോരം നോക്കിയാലും അവളെ ഭയങ്കര ഇഷ്ടം. അവളെ അങ്ങനെ കടിക്കോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അവളെ വേദനിപ്പിച്ചാൽ മാത്രം തിരിച്ച് കുറയ്ക്കും, അതല്ലാതെ ഒന്നും ചെയ്യില്ല. പിന്നെ ഇത് ഇത് ഞാൻ അരിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വെളിയിൽ പോയതുകൊണ്ട്, അച്ഛനുണ്ടെങ്കിൽ അച്ഛനായിരിക്കും അരിയുക. അച്ഛൻ വെളിയിൽ പോയതുകൊണ്ട് ഞാൻ അരിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടിരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ ഒന്ന് ചീത്ത വിളിച്ചിട്ട് പറഞ്ഞത്, ഇത് ഫ്രൈഡ് റൈസിനാണ് അരിയണത്, അല്ലാതെ മീൻ കറിക്കല്ല അരിയണതെന്ന്. ഇങ്ങനെയല്ല അരിയേണ്ടത്. ഫ്രൈഡ് റൈസിന് അരിയുമ്പോഴേക്ക് 4 ആയിട്ട് അരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ അരിഞ്ഞ് കാണിച്ചു തരുമായിരുന്നു. ഇതേപോലെ അരിഞ്ഞാൽ മതിയെന്ന്. ഇങ്ങനെ 4 കഷ്ണമായിട്ടാണ് അരിയേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഇത്രയും അരിഞ്ഞ സാധനങ്ങൾ ഉച്ചയ്ക്ക് വേറെ എന്തോ കറക്കിയെടുക്കാനാണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാപ്സിക്കം ഇങ്ങനെ കളഞ്ഞിട്ട് 4 ആയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിൽ നൂഡിൽസിലൊക്കെ ഇടത്തില്ലേ, അതേപോലെ ആ ഒരു രീതിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫുൾ അരിഞ്ഞ് കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില്ലി ചിക്കൻ നല്ല സോസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ കുക്കായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അമ്മ രുചി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരിക്കുകയാണ്, ഉപ്പുമുളകൊക്കെ ഉണ്ടോയെന്ന്. പക്ഷെ എനിക്ക് എന്തോ ഒന്ന് കുറവുണ്ടെന്ന് പറയാനറിയാം, പക്ഷെ എന്താ കുറവുള്ളതെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉപ്പാണ് കുറവ്, അതോ പുളിയാണ്, എന്തോ ഒരു ശരിക്കുള്ള ചില്ലി ചിക്കൻ്റെ രുചി അല്ലാതെ എന്തോ അങ്ങനെ പറയാനറിയാം, പക്ഷെ എന്താ കറക്റ്റ് കുറവെന്ന് പറയാറില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം ചെമ്മീൻ വറുക്കാണ് കേട്ടോ. ഇത് അച്ഛൻ ചെമ്മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെമ്മീൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ. അത് ഞാൻ കുറേ നാൾക്ക് ശേഷം, നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് ഒരു വിലയില്ല എന്നുണ്ടെങ്കിൽ കുറേ നാൾക്ക് ശേഷം വീട്ടിൽ ചെന്നാൽ മതി, നല്ല വില കിട്ടും. അപ്പോൾ ചെമ്മീനൊക്കെ മേടിച്ചുണ്ടാക്കാം. അപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു ക്രിഞ്ച് ഫീൽ തന്നെയായിരുന്നു, എനിക്ക് തന്നെയാണോ ഇത്. അപ്പം ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കാൻ പോവാണ്. ഉണ്ടാക്കി വെച്ചേക്കണം കണ്ടപ്പോഴേക്ക് എനിക്ക് ഉച്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ എൻ്റെ പ്ലേറ്റിൽ ഒരു കറുത്ത സംഗതി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെമ്മീനാണ് കേട്ടോ. എന്തോ ഒരു ചെമ്മീനാണ് വാരിയിട്ടേക്കണത്. കഴിക്കുമ്പോൾ കുറേ ചെമ്മീൻ വാരിയിട്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ ചെമ്മീൻ കഴിക്കും, എന്നാൽ ഇത്രയും ചെമ്മീൻ ഞാൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ എനിക്കിപ്പോൾ പണ്ടത്തെ ചെമ്മീനോട് അത്ര ഇഷ്ടവും ഇല്ല. ഹലോ, അയ്യോ നമ്മളങ്ങനെ ഫ്ലാറ്റിലെത്തി. അയ്യോ ഇവിടെ ക്രിസ്മസ് വൈബ്, ഭയങ്കര ക്രിസ്മസ് വൈബാട്ടോ. നമുക്ക് നല്ല രസമല്ലേ ട്രീയും. പിന്നെ അവിടെ ഞാൻ ഇങ്ങനെ മേളിലൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഭയങ്കര രസമാക്കിയിട്ടാണ്. രസമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത്. ഭയങ്കര അടിപൊളിയല്ല, എന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ തിരിച്ചു വന്നപ്പോൾ ടാക്കോ ബെൽസ് ഇല്ലേ, ടാക്കോ ബെൽസ് എന്നൊരു എന്താണ് പേര്,
ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ വ്ളോഗ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത്. പിന്നെ ഞാൻ വന്നിട്ട് ഹെയർ വാഷ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ആ മുടി ഇങ്ങനെ കക്കറിപ്പിക്കരി അവിടെ നാളെ സെറ്റ് ചെയ്യണം മുടി. ഞാൻ പിന്നെ മുടിയുടെ തുമ്പ് ഇത്തിരി വെട്ടാന്ന് ഓർക്കും. ആ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ അലന്നിരിക്കണം. അപ്പോൾ മുടിയുടെ തുമ്പ് ഇച്ചിരി നീളം കുറയായിരിക്കും. എന്നാൽ പോലും മുടി വൃത്തിക്ക് കിടക്കട്ടെ എന്ന് ഓർത്ത്. NCT എന്നുള്ളതിനകത്ത് എഴുതിയേക്കണേ. എന്തോ ഒരു ടാക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ക്രിസ്പി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഈ നാച്ചോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഐറ്റം മേടിച്ചത്. നമ്മുടെ ചിപ്സ് പോലെ ഇരിക്കുന്നത്. എന്നിട്ട് അവരൊരു സോസ് പോലെ സംഗതി തരും. അതിനകത്ത് മുക്കി നമ്മൾ കഴിക്കുന്നത്. എന്തൊരു പന്ന സാധനമാണോ എന്തോ എൻ്റെ ദൈവമേ, അത് എന്തിനു ഞാൻ മേടിച്ചെന്ന് ഓർക്കണത്. ഒരു വകയ്ക്ക് കഴിക്കാൻ പറ്റാത്ത ഐറ്റം. അയ്യോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അടുക്കളയിൽ പോയിട്ട് ഹോർലിക്സ് എടുത്ത് ഹോർലിക്സ് പച്ചക്ക് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഹോർലിക്സ് പച്ചക്ക് കഴിക്കാൻ. അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യായിരുന്നു, അതിൻ്റെ കൂടെ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കാണുമായിരുന്നു. സാധാരണ നെറ്റ്ഫ്ലിക്സിൽ നല്ല സീരീസ് പൊതുവെ കാണാറില്ല. എനിക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നും. പക്ഷെ അത്രയും സമയം വേസ്റ്റ് ആയി. പിന്നെ എനിക്ക് ചൊരണം കൊണ്ട് പിന്നെ ഞാൻ ഫുള്ളിരുന്ന് കാണാം. സീരീസ് എല്ലാം അങ്ങനെയാണ് എല്ലാവർക്കും തോന്നണേ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അഡിക്ഷൻ വരുന്നത് കൊണ്ട്, എനിക്ക് കൂടുതൽ വരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ മിക്കപ്പോഴും സീരീസ് കാണാറില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ പുതിയ വല്ല സിനിമകൾ കാണും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സിനിമ ഉണ്ടോ നോക്കി വന്നപ്പോൾ നല്ല സിനിമയൊന്നുമില്ല. നല്ല സിനിമയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു സീരീസ് കേട്ടോ, കൊറിയൻ സീരീസാണ്, K-ഡ്രാമ. നിങ്ങളുടെ എഴുതിയിരുന്നത് ട്രൂ ബ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ബ്യൂട്ടി ഇങ്ങനെ ഒരു മേക്കപ്പ് ഇടുന്നതൊക്കെ കണ്ടപ്പോഴേക്കും ഓഫ് കോഴ്സ് എനിക്ക് ബ്യൂട്ടിയെല്ലാം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിലോട്ട് ഇങ്ങനെ അട്രാക്റ്റഡ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കാണട്ടെ, കൂടെ ഹോർലിക്സും. ഹലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ ഇതിൻ്റെ കൺക്ലൂഷൻ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. എൻ്റെ ഒരു കുഞ്ഞ് ക്രിസ്മസ് എന്ന് പറയും. ക്രിസ്മസിൻ്റെ ഒന്നുമില്ല, നോർമൽ ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ്. ക്രിസ്മസിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിച്ച് വന്നായിരുന്നു. എനിക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്കിൻ്റെ കാര്യമായിട്ടൊരു സംഗതി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ TV കാണാനായിട്ട് ഇരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.